ശ്രീപത്മനാഭൻ, ഇവിടെ പണം നോക്കുന്ന പണം നോക്കി സീറ്റ് നൽകുന്ന പാർട്ടിയെ അധപ്പതിച്ചിരിക്കുന്നു എന്ന് CPM-നെ നോക്കി CPI പറഞ്ഞാലോ, മുസ്ലിം ലീഗിനെ നോക്കി മുസ്ലിം ലീഗ് കോൺഗ്രസിനെ നോക്കി പറഞ്ഞാലോ എന്ത് പുകല ഉണ്ടാവുക? ഇവിടെ നിങ്ങളുടെ ഒരു ഘടകകക്ഷി തെരഞ്ഞെടുപ്പിന്റെ തലേനാൾ പറയുകയാണ് കാശ് വാങ്ങി സീറ്റ് കൊടുക്കുന്ന ഒരു പാർട്ടിയാണ് BJP. നിങ്ങൾ പ്രശ്നമുക്തരല്ല VP. ആഷ്മി, ഞാൻ അതിന് ഉത്തരം പറയുന്നതിന് മുന്നേ ഒരു ചെറിയ കണക്ക് പറഞ്ഞിട്ട് ഞാൻ അത് പറയാൻ നിൽക്കില്ല. ഇവിടെ വയനാടിനെ പറ്റി പറയുന്നുണ്ട്. ഈ ജനാധിപത്യത്തിൽ വോട്ടിൻ്റെ സീറ്റിൻ്റെ കണക്കാണല്ലോ ആത്യന്തികമായിട്ട് ഒരു പാർട്ടിയുടെ ജനപിന്തുണ നിശ്ചയിക്കുന്നത്. ഞങ്ങൾ വയനാട്ടിലൊരു ചെറിയ പാർട്ടിയാണ്, പക്ഷേ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സീറ്റ് 50% വർദ്ധിച്ചു. ഞങ്ങൾ വയനാട്ടിൽ ഒന്നും ചെയ്തില്ലേ എന്ന് പറയുന്ന ഇടതുപക്ഷത്തിന് കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ വയനാട്ടിൽ 25% സീറ്റ് കുറഞ്ഞു. അപ്പോൾ വയനാട്ടുകാർക്ക് സത്യം അറിയാം. അതവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ താങ്കൾ പറഞ്ഞ കഥയിലേക്ക് വരാം. ആഷ്മി, രാഷ്ട്രീയത്തിൽ ഇതൊക്കെ സാധാരണയാണ്. ഒരു പാർട്ടി മുന്നണി വിടുമ്പോഴോ ഒരു വ്യക്തി പാർട്ടി വിടുമ്പോഴോ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കും. ഞാൻ പറയുന്നത് അതൊക്കെ നമ്മുടെ രാഷ്ട്രീയത്തിൽ എത്ര കേട്ടു, എത്ര കണ്ടു നമ്മൾ. അതിനൊക്കെ അതിൻ്റെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്താൽ മതി. പിന്നെ തെളിവുകളുമായി വന്ന് പത്രക്കാരൻ മുമ്പാകെ വന്ന് പറയുമ്പോഴൊക്കെ അല്ലേ അപ്പം നോക്കാമെന്ന്. തെളിവുകളൊക്കെ ആയിട്ട് ആൾക്കാർ വരട്ടെ, അപ്പോൾ ആ സമയത്ത് നോക്കാം. ഞാനിപ്പോഴും പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇന്ത്യയിൽ ഇതൊന്നൊരു വലിയ പുത്തരിയല്ല. കാരണം എന്താ, ഇപ്പോൾ 5 സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടക്കണം. തമിഴ്നാട്ടിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും സഖ്യം അല്ലേ? പോണ്ടിച്ചേരിയിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും സഖ്യം അല്ലേ? ഒരു സ്ഥാനാർത്ഥി ഉണ്ടാവുള്ളൂ പോണ്ടിച്ചേരിയിൽ. ഞങ്ങൾക്കൊരു സ്ഥാനാർത്ഥി, ഇവർക്ക് രണ്ടാക്കും കൂടി ഒരു സ്ഥാനാർത്ഥി. 3 സ്ഥാനാർത്ഥി ഉണ്ടാവില്ല പോണ്ടിച്ചേരി. അത് നമ്മുടെ മാഹിൽ. പിന്നെ ബംഗാളിൽ സഖ്യമല്ലേ? ബംഗാളിൽ സഖ്യം. ആസാമിൽ കമ്മ്യൂണിസ്റ്റുകാരില്ല. അതുകൊണ്ട് സഖ്യമില്ല. കമ്മ്യൂണിസ്റ്റുകാരുള്ളത് കുറച്ച് തമിഴ്നാട്ടിലും കുറച്ച് പോണ്ടിച്ചേരിയിലും കുറച്ച് പശ്ചിമ ബംഗാളിൽ ലേശം ബാക്കിയുണ്ട്. അപ്പോൾ ഇതൊക്കെ സഖ്യമാണ്. ഇവർ തമ്മിൽ എന്താ വ്യത്യാസം? അതുകൊണ്ട് TK ഗോവിന്ദൻ കോൺഗ്രസ് പോയി മത്സരിച്ചാൽ അതൊരു വിഷയമല്ല. TK ഗോവിന്ദൻ മാത്രമൊന്നുമല്ല, G സുധാകരൻ കോൺഗ്രസ് പിന്തുണയോടെ മത്സരിക്കാൻ പോവുകയാണ്. അതേപോലെ തന്നെ PK ശശി കോൺഗ്രസ് പിന്തുണയോടെ മത്സരിക്കാൻ പോവുകയാണ്. അതിനൊന്നും വലിയ വിഷയമൊന്നുമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് BJP-യിലേക്ക് ആരെങ്കിലും വന്നാലോ BJP-യിൽ നിന്ന് ആരെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് പോയാലേ വലിയ മാറ്റമുള്ളൂ. അപ്പോൾ കേരളത്തിൽ ഞാൻ പറയുന്നത് മാറ്റം, നാട്ടികയിലത് മാറ്റമാണ്, വൈക്കത്തേത് മാറ്റമാണ്, ദേവികുളത്തേത് മാറ്റമാണ്. കാരണം എന്താ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ തൊഴിലാളി വർഗ സർവാധിപത്യത്തിൽ വിശ്വസിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ്റെ പാർട്ടിയിൽ നിന്നും ഒരാൾ ഹിന്ദുത്വവാദികളായ ഞങ്ങളെ കൂടെ വരുന്നു. വെസ്റ്റ് ബംഗാളിൽ ഒരു സിറ്റിംഗ് MLA വന്നിട്ട് ഇപ്പോൾ അയാൾ 2 പ്രാവശ്യം MP ആണ്, ഗഗൻ മുർമു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെയാണ് മാറ്റം. അല്ലാതെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പോകുന്നതിൽ എന്താ തെറ്റ്? 5 സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നു, 3 സ്ഥലത്ത് സഖ്യം, ഒരു സ്ഥലത്ത് കമ്മ്യൂണിസ്റ്റുകാർ ഇല്ലാത്തത് കൊണ്ട് സഖ്യമില്ല. ആകെ ഇവർ ഇന്ത്യയിൽ തമ്മിൽ തെല്ലുന്നത് കേരളത്തിൽ മാത്രമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.